എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ കുറേ പേര് ചോദിക്കാറുണ്ട്, നമ്മുടെ തൊഴിൽ കർമ്മം ബെറ്റർ ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി അത് നിലവിൽ നമ്മൾ അത്തരം പ്രോഗ്രാമുകളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല, നമ്മൾ തുടങ്ങിയിട്ടില്ല. കാരണം അത് അങ്ങനെപ്പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പ്രോഗ്രാം ഉണ്ടാക്കാനുള്ള സമയമൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഞാനിത് മഹാകാളി ഹീലിംഗ് ചെയ്യുന്നത് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ തിക്കും തിരക്കുമാണ്. മെയിനായിട്ട് അബോർഷൻ സോള് ഹീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് മോഷം കൊടുക്കുന്ന പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിലെല്ലാം ചെയ്ത് എനിക്കിപ്പോൾ മടുപ്പായി തുടങ്ങി. കാരണം ഇത് ഒരു കാര്യം തന്നെയാണ് ഡെയിലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ ടോപ്പിക്കിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ അതിനെ ചിന്തിക്കാനുള്ളതോ അല്ലെങ്കിൽ ധ്യാനത്തിലിരുന്നിട്ട് നമ്മൾ പുതിയ പുതിയ സംഭവങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് ദൈവമെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനൊന്നും സമയമൊന്നും എനിക്ക് കിട്ടുന്നില്ല, സാവകാശം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷേ എനിക്കറിയാവുന്ന ഒന്നിട്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ അത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി, ഫോർ എക്സാമ്പിൾ ഒരു വിദ്യാർത്ഥി പഠിക്കാനായിട്ട് പോകുമ്പോൾ എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ എളുപ്പ വഴിയുണ്ട്. അത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മകൻ അവനിപ്പോൾ ഇൻഫോ പാർക്കിലാണ് അവൻ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. പഠിച്ച് അപ്പോൾ തന്നെ അവൻ്റെ ജോലി ഒരു കമ്പനിയിൽ ചെറിയൊരു ജോലി അവന് തരപ്പെട്ടിട്ടുണ്ട്. ഇവൻ +2 കഴിഞ്ഞിട്ട് അടുത്ത എന്ത് വേണം എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ടാണ് പാസ്സായത്. അപ്പോൾ ഞാൻ ഇവൻ്റെ ജാതകമായിട്ട് ഒരു അറിയണ ഒരു ചെറിയൊരു ജ്യോത്സ്യൻ, സാധാരണക്കാരനായ ജ്യോത്സ്യൻ നോക്കി ഇങ്ങനെ ഏത് അവൻ പഠിക്കണം. അയാൾ ജാതകം തുറന്ന് അപ്പോൾ തന്നെ പറഞ്ഞ് ഒന്നും സംശയിക്കാനില്ല, ഇത് കമ്പ്യൂട്ടർ സയൻസാണ് അവന് പറ്റിയത്, വേറെ ഒന്നും നോക്കണ്ട, അതാണ് അവൻ ചെയ്യാൻ പോണ ജോലി അതാട്ടോ. വേറെ ആളത്ത് പോയി. അപ്പോൾ ഇനി നമ്മൾ 2-3 പേരുടെ അടുത്ത് പോയി നോക്കിയേക്കാമെന്ന് ചോദിച്ചു. കാരണം നമ്മളൊരു 2-3 നോക്കുമ്പോൾ 3 അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരാണ് പൊതുവേ ഈ ജ്യോത്സ്യന്മാരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയ ഒരുപാട് ജ്യോത്സ്യന്മാരായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. കാരണം ഞാൻ അധികം അത്തരം കാര്യങ്ങളോട് പോകാറില്ല. എൻ്റെ ഡെസ്റ്റിനി എന്താണോ അത് വരട്ടെ എന്ന് ചിന്തിച്ച് പോകുന്ന ആളാണ്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ച് നമ്മുടേതായ ഒരു ലെവലിലേക്ക് എത്തിയ ആളായതുകൊണ്ട് എനിക്കത് വലിയ പ്രസക്തി തോന്നാറില്ല. രണ്ടാമതൊരാളത് പോയി. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് തന്നെയാണ്, കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്, ചൊവ്വ ബലവാനാണ്, കുറേ ആളുകളെ ഇരുത്തിയിട്ട് ഒരു മാനേജറായിട്ടിരുന്ന് ജോലി ചെയ്യുന്ന പോലത്തെ ജോലി അവൻ ചെയ്തോളും, അത് കുറച്ചുകൂടി സമയം കഴിയണം, അത് കഴിഞ്ഞ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസാണ് നിനക്ക് നല്ലത്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഒന്നും വിശ്വാസമില്ലാത്ത ആളാണ്. ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽപ്പെട്ട ഒരാളാണ് എൻ്റെ മകൻ. ഇതിലൊന്നും വിശ്വാസമില്ല, സയൻസിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് അന്വേഷിച്ച് കണ്ടെത്തി. കോയമ്പത്തൂർ ഒരു കോളേജിൽ, ഹിന്ദുസ്ഥാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അവനവിടെ ഒരു അഡ്മിഷൻ ഞാൻ റെഡിയാക്കി കൊടുത്ത്. അത് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോഴ്സായിരുന്നു. അപ്പോൾ അവിടെ അത് ചേർന്നു. അത് കോഴ്സ് 4 വർഷം കംപ്ലീറ്റ്. അതിൻ്റെ ഇടയിൽ കോവിഡൊക്കെ വന്നു. എന്നാലും നല്ല മാർക്ക് കൂടി അവൻ പാസ്സായിട്ട് വന്നു. പാസ്സായി വന്നപ്പോൾ ജോലി സാധ്യതയില്ല. ഇതിന് ജോലി സാധ്യത വളരെ കുറഞ്ഞൊരു കോഴ്സാണെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ അതിന് മുമ്പ് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു നല്ല തൊഴിൽ സാധ്യതയുണ്ട്, ദുബായിലൊക്കെ നല്ല സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കോഴ്സ് ചൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്നും സംശയിക്കാനില്ല, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനായിട്ട് ഏതെങ്കിലും കോഴ്സ് പഠിക്കാനായിട്ട് ചേരാൻ പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് ഒരു 2 വർഷത്തെ ഒരു കോഴ്സ് എടുത്ത് അവൻ പഠിച്ചു. നന്നായിട്ടത് ചെയ്തവനത് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ ഒരു കമ്പനിയിൽ ബാക്ക് എൻഡെന്നോ അങ്ങനെ എന്താ പറയുന്ന ഒരു ജോലിയാണ് അവൻ ചെയ്യുന്നത്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല പറയാനായിട്ട്. അങ്ങനെ അതിൽ കയറി. ഇപ്പോൾ അതിനകത്താണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 1 വർഷമായി ജോലി കിട്ടിയിട്ട്. വെറുതെ ഇരിക്കണമെന്നില്ല, പഠിച്ചപ്പോൾ തന്നെ ഒരു കമ്പനിയിൽ അങ്ങനെ കയറാൻ പറ്റി. പക്ഷേ ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ജോലി കിട്ടാൻ, പുതിയ കുട്ടികൾക്കൊന്നും ജോലി ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എക്സ്പീരിയൻസ് എല്ലാവർക്കും വേണം. എക്സ്പീരിയൻസ് ആരെങ്കിലും ജോലി കൊടുത്താലല്ലേ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ആവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അപ്പോൾ ഞാൻ ആലോചിച്ചത് എങ്ങനെയാണ് പുതിയ കുട്ടികൾക്ക് ജോലിയില്ല എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ അവർക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു ചോദ്യം. എനിവേ ജോലി കിട്ടി. ഞാൻ പറഞ്ഞു വന്ന കഥ എന്ന് വെച്ചാൽ, അപ്പോൾ അവൻ്റെ ആ ജാതകപ്രകാരം കമ്പ്യൂട്ടർ സയൻസാണ് അവൻ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതേപോലത്തെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകൾ. അപ്പോൾ അത് ഓൾറെഡി നമുക്കത് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ അവൻ വേറെ വഴിക്ക് പോയതുകൊണ്ട് അവൻ്റെ ഒരു 4 വർഷം, ആ ഒരു 4 ഇയർ അത് അവൻ സ്പെൻഡ് ചെയ്തു. മോശമായി അല്ലെങ്കിൽ അത് നഷ്ടമായെന്ന് ഞാൻ പറയില്ല. കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ് അവന്. അത് ഒരു 4 വർഷം അത് പഠിച്ചുവല്ലോ. പക്ഷേ ആ 4 വർഷം തന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് എഞ്ചിനീയറിംഗ് ചെയ്യാമായിരുന്നുള്ളതാണ് വേറൊരു ഓപ്ഷൻ. അത് ഞാനത് പറഞ്ഞെങ്കിലും അവനത് കൂട്ടാക്കില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കറക്റ്റായിട്ട് ജ്യോതിഷം അറിയാവുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾ പോയാൽ നിങ്ങളുടെ കർമ്മരംഗം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടങ്ങളൊന്നും ഇത്രയും നമുക്ക് ഒരു അറിവില്ല, നോളജില്ല, ഇതിങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. ആക്ച്വലി ഞാൻ ഡിഗ്രി ഗ്രാജുവേഷൻ പാസ്സായ ആളാണ്. ഞാൻ പഠിച്ചിട്ടുള്ളത് സുവോളജിയാണ്. ആ സുവോളജി അന്ന് പഠിച്ചിട്ട് അതിന് ഒരു ഉപയോഗം എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. ഇതേപോലെ ഒരുപാട് പേരുണ്ട്, അവർ പഠിക്കുന്ന സാധനം ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം പോലും അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒപ്പം പഠിച്ച ആൾക്കാരൊക്കെ കുറേ പേര് ടീച്ചർമാർ, രണ്ടുപേരും അമേരിക്കയിലുണ്ട്. അങ്ങനെ എല്ലാവർക്കും 4 മേഖലയിൽ തന്നെ ഉയർന്നു പോയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അതല്ല, എൻ്റെ തൊഴിലിൻ്റെ കർമ്മരംഗം അതായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ബിസിനസ്സിലേക്കാണ്, ഫാദർ ബിസിനസ്സുകാരനായിരുന്നു, അങ്ങനെ ബിസിനസ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. പക്ഷേ അവസാനം ഞാൻ കറങ്ങി തിരിഞ്ഞ് എത്തിയത് ആത്മീയപാതയിലാണ്. ഒരു 30 വയസ്സിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ചിന്തകളൊക്കെ മാറി അങ്ങനെ ഈ സമയമായപ്പോഴേക്കും നമ്മൾ അടുത്തേക്ക് ഒരുപാട് നല്ല രീതിയിലേക്ക് അത് ഇറങ്ങി വരാൻ പറ്റി. അപ്പോൾ ഇത് ഒരു ഓപ്ഷനാണ്. അതുപോലെ നമ്മൾ എന്ത് തൊഴിൽ ചെയ്യണം എന്നുള്ളത്, എന്ത് തൊഴിൽ ചെയ്യണം എന്നുള്ളത് ഒരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ ഈ ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സാണ്. അതായത് ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട്. അപ്പോൾ അത് ഞാനത് എൻ്റെ ഫ്ലറിഷ് ആയത് അല്ലെങ്കിൽ ക്ലിക്കായി വന്നത് എൻ്റെ ശുക്രദശ തുടങ്ങിയപ്പോഴാണ്. ശുക്രദശ എന്ന് പറഞ്ഞാൽ 20 വർഷമാണെന്ന് നിങ്ങൾക്കറിയാം. ആ ശുക്രദശയിലാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ആഡംബരമായിട്ടുള്ള ബിസിനസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശുക്രനിൽ ഫ്ലറിഷ് ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജാതകം എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ അസ്ട്രോളജി എന്ന് പറഞ്ഞ സാധനത്തിനകത്തൊരു സത്യമുണ്ട്. കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാൾ അത് പറയണമെന്നുണ്ടെങ്കിൽ, നോക്കി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എത്തിവരിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വഴിയേറ്റിക്കുന്ന ആളുകളുണ്ട്, മുറിവൈദ്യന്മാരായ ആൾക്കാരും ആ ഫീൽഡിലും ഉണ്ട് കേട്ടോ. അതും ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ തമാശ എന്തറിയോ, ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനും കുറേ പോയിട്ടുണ്ട്, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഇടയിലുണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയോ, നിങ്ങളുടെ സമയം മോശമാണെങ്കിൽ നിങ്ങൾ ചെന്ന് വിടുന്നത് അതുപോലത്തെ ആൾക്കാരെ തരും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതല്ലാണ്ട് പക്ഷേ കറക്റ്റ് നല്ല സമയമുള്ളവരുത്തരാണെങ്കിൽ നല്ല ജോലിസിൻ്റെ അടുത്ത് ചെന്ന് പെടും. കാരണം പണിയറിയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ നല്ല ജോത്സ്യന്മാരുണ്ട്, കൃത്യമായിട്ട് പറയുന്ന ആൾക്കാർ. പിന്നെ ജോത്സ്യൻ്റെയും കൂടിയും ഒരു സമയമുണ്ട്, ആ നോക്കുന്ന ആൾക്കും ഒരു സമയമുണ്ട്. അവൻ നല്ല സമയത്തിരിക്കണവനാണെങ്കിൽ അവൻ്റെ പ്രഡിക്ഷൻസ് കറക്റ്റായിരിക്കും. ഇപ്പോൾ എൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് സമയത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ആ സമയമായപ്പോഴല്ലേ ഞാൻ ഈ ചാനലെല്ലാം തുടങ്ങിയതും ഈ പരിപാടി തുടങ്ങിയതും. എന്നാലോചിച്ച് നോക്കൂ, ഇത്ര നാളും ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. കഴിവുകളുണ്ടായിരുന്നു, പക്ഷേ നമ്മളുടെ സമയം, ഗ്രഹങ്ങളുടെ ദൃഷ്ടി നല്ല പവർഫുള്ളായിട്ട് വരുന്ന ഒരു സമയത്ത് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നാളും ഞാൻ വേറെ ഒരു കച്ചവടക്കാരനായിട്ട് ജീവിച്ച ഒരാളാണ് ഞാനിപ്പോൾ ഈ വന്നിരുന്ന് പറയണത്. അപ്പോൾ വേറെ ആൾക്ക് ചോദിക്കുമോ, ഇയാൾ ഒരു കച്ചവടക്കാരനല്ലേ എന്ന് വേണമെങ്കിൽ അവൻ ആ പഴയ കണ്ടുകൊണ്ട് എന്നെ കാണാൻ പറ്റും. കണ്ടോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ ചേഞ്ചസ് ആൾക്കാർക്ക് അംഗീകരിക്കാനോ അത് ആ ഒരു മാറ്റത്തിലേക്ക് പോകാനോ നമ്മുടെ ആൾക്കാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഈ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നൊക്കെ പറയുന്ന പ്രമാണമൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക് എന്താ വെച്ചാൽ, ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങളുടെ ഗ്രഹദൃഷ്ടി പ്രകാരം, അല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന ഗ്രഹത്തിൻ്റെ ആ സമയത്തുള്ള ഗ്രഹം, ഇപ്പോൾ ശനി ഭരിക്കുകയാണെങ്കിൽ ആ ശനിയുടെ ഇത്ര വർഷം ശനിയുണ്ട്, ആ ശനിയുടെ ആ ഒരു സമയത്ത്, അതായത് ഒരു പ്ലാനറ്റ് നമ്മളുടെ ശരീരത്തിലേക്ക് ലൈറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന, സ്ട്രോങ് ആയിട്ട് കടന്നു വരുന്നതാണ് ആ ഗ്രഹത്തിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത്. എൻ്റെ പരിമിതമായ അറിവാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഓരോ ഗ്രഹത്തിനും അനുയോജ്യമായ കർമ്മരംഗങ്ങളുണ്ട്. ഇപ്പോൾ ചിലതിന് മെറ്റൽ പറ്റും, ചിലതിന് മെറ്റൽ പറ്റൂല. എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ സംബന്ധമായ ബിസിനസ്, ചിലത് ജലവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് നല്ലതായിരിക്കും, ഭൂമിയായിട്ട് ബന്ധപ്പെടുന്ന ബിസിനസ് നല്ലതായിരിക്കും, ചിലക്ക് അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ ഈ കൃഷിയിൽ തന്നെ ചിലപ്പോൾ ഏത് ഐറ്റംസ് കൃഷി ചെയ്യണം എന്നുള്ളത്, അതും ആ ചെടിയുടെ സ്വഭാവം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീപ്പായിട്ട് നോളജുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ അപ്പോൾ ഒരു വിദ്യാർത്ഥി തുടക്കമായി നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥി എന്ത് പഠിക്കണം എന്നുള്ള വിദ്യാർത്ഥിക്ക് തീരുമാനിക്കാം. കൃത്യമായിട്ടുള്ള ആളുടെ അടുത്ത് നിങ്ങൾ അസ്ട്രോളജർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിന് അസ്ട്രോളജിയാണ് ബെസ്റ്റ്, അതൊരു സംശയമില്ല. ഞാൻ ഇതിനെപ്പറ്റി എനിക്ക് പരിചയമുള്ള ഒരു അസ്ട്രോളജറായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ദിവസം. അപ്പോൾ അയാളുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. നടക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം എനിക്ക് സമയത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഹീലിംഗ് ചെയ്യാൻ തന്നെ നേരമില്ല ഇവിടെ.
ഇനിയിപ്പോൾ അസ്ട്രോളജി അയാളായിട്ട് സംസാരിച്ച് വീഡിയോ പിടിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിത്തിരി സമയമെടുക്കണ ഒരു പരിപാടിയാണ്. അവരുടെയും കൂടെ സൗകര്യം നോക്കണം, എൻ്റെ സൗകര്യം നോക്കണം. അപ്പോൾ കുറേ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിവുകളൊക്കെ ഒരു 90% അറിവുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു, ഷെയർ ചെയ്ത് കഴിഞ്ഞു. പഴയ വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും രഹസ്യമായിട്ട് വെക്കുന്ന ആളല്ല, എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്ന ആളാണ്. എന്തിനാണ് ഞാൻ രഹസ്യമായിട്ട് വെക്കുന്നത്? നിങ്ങളെല്ലാവർക്കും അറിയണമെന്ന് എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ, അത്രേ ആഗ്രഹിക്കണുള്ളൂ. അപ്പോൾ ഒരു 10% ഞാൻ പറയാത്ത കാര്യങ്ങളുണ്ട്. അത് എൻ്റേതായിട്ടുള്ള പേഴ്സണലായ കുറേ കാര്യങ്ങൾ, പേഴ്സണലായ സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ, എൻ്റെ കുറേ ലൈഫിലുണ്ടായ അത്ഭുതങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊന്നും ഇവിടെ പരസ്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാ പബ്ലിക്കായിട്ട് എല്ലാവരും കാണേണ്ടതല്ല അത്. അതിന് ഡിസർവിങ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ പാതയിൽ സഞ്ചരിക്കുന്ന ആൾക്ക് മാത്രമായിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ഇതിനകത്ത് ഒരു പ്ലാൻ ചെയ്തിട്ട് ഞാനത് ഷെയർ ചെയ്ത് തരാം പിന്നീട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത് ചാനലിൽ തന്നെ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ട് ഞാൻ പറയാം. എന്തായാലും ഈ ഒരു കാര്യത്തിനകത്ത് നിങ്ങൾ അസ്ട്രോളർമാരുടെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. കാരണം ഒരാളുടെ കേസ് ഞാൻ ഇതുപോലെ തന്നെ വേറെ ആളെ കൊണ്ട് നോക്കിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, അയാൾ ഈ ഇരുമ്പ് കച്ചവടം ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ്. ബിസിനസ്സിൽ ലാഭമില്ല, ഭയങ്കര നഷ്ടമാണ്. നഷ്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അയാളുടെ ഈ ഗ്രഹം ഭരിക്കുന്ന ഗ്രഹത്തിൻ്റെ അത് വെച്ചിട്ട് ഈ ഇരുമ്പ് ഓപ്പോസിറ്റാണ്. ഇരുമ്പിൻ്റെ കച്ചവടം ചെയ്യാൻ പാടില്ല. അയാൾ പോയി ചാടിയത് ഇരുമ്പിൻ്റെ കച്ചവടത്തിലാണ്. പക്ഷേ അയാളുടെ പൈസ മുഴുവൻ പോയി, അയാൾ കുറേ നഷ്ടം വന്നു. ഇപ്പോൾ ആ കച്ചവടം പൊട്ടിപ്പോയി. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയൊരു സമയം നഷ്ടപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യണം, അതിൽ നിന്ന് കരകയറി പോരാൻ, കടം മേടിച്ച കാശ് കൊടുക്കണം, മാനസികമായ ബുദ്ധിമുട്ടുകൾ വേറെ, കുടുംബത്തിലുള്ള കാര്യങ്ങൾ നോക്കാനുള്ള പ്രയാസങ്ങൾ, നിങ്ങളൊന്ന് കുറച്ചുകൂടി നന്നായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റൂലേ എന്നാലോചിച്ച് നോക്ക്. എന്ന് വെച്ചിട്ട് എല്ലാ ആൾക്കാരുടെ ജ്യോത്സ്യന്മാരുടെ കയറി നടക്കാനല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് ആളെ കണ്ടെത്തി അല്ലെങ്കിൽ അനുഭവമുള്ളവരോട് ചോദിക്കുക എങ്ങനെയാണ്, ഏതാണ്. അന്ധമായിട്ടൊന്നിലും വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. മിതമായിട്ട് വിശ്വാസം മതി. ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലാണെങ്കിൽ നിങ്ങൾ അന്ധതയൊന്നും വേണ്ട. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക, ചിരിച്ച് കളിച്ച് നടക്കണം, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യണം, സുഖഭോഗങ്ങൾ വേണം, എല്ലാം വേണം. അതെല്ലാം ചെയ്യുന്ന ആളായിരിക്കും ഞാനും. പക്ഷേ ന്യായത്തിൻ്റെ പാതയിൽ കൂടി മാത്രം സഞ്ചരിക്കുകയുള്ളൂ. അതാണ് പ്രത്യേകത. ആ ഒരു ന്യായമായ കാര്യങ്ങൾ ചെയ്യുക, ന്യായമായ കാര്യങ്ങൾ സംസാരിക്കുക, അതാണ് നമ്മുടെ തത്വം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത്ര ആൾക്കാരടുത്ത് പോയിട്ട് നോക്കാം. അപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ നമുക്ക് ഭാവിയിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റിയൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ, കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ നല്ല നല്ല ഇൻഫർമേഷൻസ് അതിലൂടെ ഡിഫറൻ്റായ രീതിയിൽ കൂടി ഞാനത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.